ഒരു ദിവസം ആകസ്മികമായി ഒരു സംവിധായകൻ്റെ സിനിമ കാണാൻ ഇടയാകുന്നു ഒരു വ്യക്തി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുഴുവൻ സിനിമകളും അദ്ദേഹം കാണുകയും അതിനെപ്പറ്റി ഒരു ബുക്ക് എഴുതുകയും ചെയ്തു. അതാണ് ജഗത് ജയറാം എഴുതിയ ഇരുളും വെളിച്ചവും. ഇതിലെ ബെലാട്ടർ എന്ന സംവിധായകനെക്കുറിച്ച് എഴുതിയ ബുക്കാണ്. ആ ബുക്കിൻ്റെ 1-2 ലൈൻ ഞാൻ വായിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ 1-2 ലൈൻ. സിനിമക്കാരനായിരുന്നില്ലെങ്കിൽ KG ജോർജ് ഒരു മനഃശാസ്ത്രജ്ഞൻ ആയേനെ എന്ന് പറയുന്നത് പോലെ ബെലാട്ടർ സിനിമക്കാരനായിരുന്നില്ലെങ്കിൽ ഒരു ഫിലോസഫർ ആയേനെ എന്നാണ് എൻ്റെ തോന്നൽ. മരണാനന്തരം ആരുടെയും മഹത്വം പാടാൻ ഞാൻ തയ്യാറല്ല. ആളുകൾ ജീവിച്ചിരിക്കുമ്പോഴാണ് അത് ചെയ്യേണ്ടതെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എഴുതുന്നു. എന്തായാലും സിനിമകളെപ്പറ്റി, ലോക സിനിമകളെ കാണുകയും അതിനെപ്പറ്റി വിശകലനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായും ബെലാട്ടർ എന്ന സംവിധായകനെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. വേറെ ഒരു ഗ്രന്ഥം ഇതുവരെ വന്നിട്ടില്ല ഇദ്ദേഹത്തിനെ പറ്റി. 23-ലെ IFKക്ക് രഞ്ജിത്ത് സാറിൻ്റെ ഒപ്പം നടന്ന ഒരു മനുഷ്യൻ, അല്പം വളഞ്ഞ്, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അല്പം വളഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ അന്ന് ശ്രദ്ധിച്ചായിരുന്നു. അദ്ദേഹത്തിനെ പറ്റിയാണ് ബുക്ക്. അദ്ദേഹത്തിൻ്റെ 8-9 സിനിമകൾ ഇദ്ദേഹം ഇരുന്ന് കാണുകയും കൃത്യമായി ഓരോ സിനിമകൾക്കും അദ്ദേഹത്തിൻ്റെതായ വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്ത നല്ലൊരു ബുക്കാണ്. പ്രത്യേകിച്ച് സിനിമാ പ്രേമികൾക്കിടയിൽ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ബുക്കാണ്. അപ്പം എല്ലാവിധ ആശംസകളും പ്രിയ ജഗത് ജയറാമിന്.